അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം ഇങ്ങനെ അടുത്തു വരികയാണ്. രാജ്യങ്ങളെല്ലാം തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇതിനോടകം തന്നെ അവരവരുടെ പൗരന്മാരെയൊക്കെ ഇറാനിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് വിവിധ രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ പോലും പൗരന്മാരോടൊക്കെ തിരിച്ചു വരാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സൗദിയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളുമൊക്കെ അവരുടെ എയർ സ്പേസ് വളരെ കെയർഫുൾ ആയിട്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്യുകയാണ്. ഏത് സമയത്തും ഇറാനും അതുപോലെ അമേരിക്കയും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. താൻ സമാധാനകാംക്ഷിയാണെന്നൊക്കെ പറയുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സമാധാനത്തിന് വിലങ്ങുതടിയാവുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം. അദ്ദേഹം വെനസ്വേലക്കാരെ കാണിച്ച് നമ്മൾ കണ്ടു. അടുത്ത് ഇറാനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇറാനുമായിട്ട് അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകുമോ, അതോ അമേരിക്കയുടെ പതിവ് ഭീഷണിപ്പെടുത്തലിൽ മാത്രം ഇത് അവസാനിക്കുമോ എന്നത് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ പാകിസ്ഥാനെ വലിച്ചങ്ങ് താഴെ ഇട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ കൂടി ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് നടപ്പിലാക്കപ്പെട്ട ആ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതിൽ തുടരാൻ ഒരു അവകാശവും പാകിസ്ഥാൻ ഇല്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ എക്കണോമി മിനിസ്റ്ററാണ് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതും പബ്ലിക്കായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമാബാദിനെ അദ്ദേഹം വിളിച്ചതെന്ന് പറയുന്നത് തീവ്രവാദ സപ്പോർട്ടർ എന്നാണ്. ഭീകരവാദ സപ്പോർട്ടർ അല്ലെങ്കിൽ ഭീകരവാദ ബേക്കർ എന്ന് പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാകിസ്ഥാന് ഇതിൽ തുടരാനുള്ള അർഹതയില്ല. പാകിസ്ഥാൻ ഇതിന്റെ ഭാഗമാകാൻ പോലും പാടില്ല. കാരണം പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഒപ്പം നിൽക്കുന്ന രാജ്യമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമായ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ രാജ്യങ്ങളുടെയും ഇൻട്രസ്റ്റ് എത്രത്തോളം ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യക്ക് പാകിസ്ഥാനോട് ഒരു താല്പര്യവുമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയിലുമാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യയും സൗദിയും തമ്മിൽ സുഹൃത്തുക്കളാണ്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടും സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലും സുഹൃത്തുക്കളാണ്. വിശേഷിച്ച് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഒരു എഗ്രിമെന്റ് പോലും സൈൻ ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഇസ്രയേലും എന്ന് പറയുന്നത് ഭയങ്കര ചങ്കുകളാണ്, കട്ട ചങ്കുകളാണ്. ഇസ്രയേലിന് പാകിസ്ഥാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പാകിസ്ഥാൻ ഇസ്രയേൽ അവർക്കൊരു വലിയ ഭീഷണിയായിട്ടാണ് പാകിസ്ഥാൻ ഇസ്രയേൽ എപ്പോഴും കാണുന്നത്. പക്ഷെ അമേരിക്ക പാകിസ്ഥാൻ എപ്പോഴും ഒരു സഖ്യരാജ്യമായിട്ടാണ് കാണുന്നത്. ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടിഷ്യൂ പേപ്പർ ആയിട്ടാണ് കാണുന്നത്. യൂസ് ആൻഡ് ത്രോ. അപ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് പിണക്കാൻ പറ്റില്ല. കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ചൈന, റഷ്യ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്കെതിരെയോ അനുകൂലമായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഇവരെ ഉപയോഗപ്പെടുത്താം. ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ബോർഡ് ഓഫ് പീസിൽ എന്തുകൊണ്ട് പാകിസ്ഥാനെ ട്രംപ് ക്ഷണിച്ചു? കാരണം പാകിസ്ഥാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണത്. ഇപ്പൊ ഇന്ത്യക്കും ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പോവാത്തതാണ്. നമ്മൾ പാകിസ്ഥാനെ പോലെ അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു നിലപാടൊക്കെ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഭാവിയിൽ ആവശ്യമെന്ന് കണ്ടാൽ ഇന്ത്യ പോകും. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ പരിഗണന കൊടുക്കുന്നത്. അതുപോലെ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ. അപ്പൊ ഇത് എല്ലായ്പ്പോഴും ഇത് ഒരേപോലെ ഒരേ ദിശയിലേക്ക് വരില്ല. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും കട്ട ചങ്കുകളാണെന്ന് പറയുന്ന പോലെ തന്നെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ സൗഹൃദമുണ്ട്. അവർക്ക് ആ സൗഹൃദം ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഇനിയും ആവശ്യമാണ്. അവിടെയാണ് ഇസ്രായേൽ നേരിട്ട് പാകിസ്ഥാനെതിരെ തന്നെ രംഗത്ത് വരുന്നത്. ഇസ്രായേൽ അമേരിക്കയും ട്രംപിനെ ഒന്നും പറയില്ല. കാരണം ഇസ്രായേലിന്റെ നിലനിൽപ്പ് അമേരിക്കയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇസ്രായേലിന് ഒരിക്കലും അമേരിക്കയെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ പാകിസ്ഥാനെ പറയാമല്ലോ. പാകിസ്ഥാനെ തരം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേൽ പറയും. ഇതുപോലെ തന്നെ ബോർഡ് ഓഫ് പീസിൽ തുടരാൻ ഒരു തരത്തിലുള്ള അവകാശമില്ലാത്ത രാജ്യമാണ്, തീവ്രവാദ സപ്പോർട്ടറാണ്, ഭീകരവാദ സപ്പോർട്ടറാണെന്നൊക്കെ ഒരു മടിയും കൂടാതെ ഇസ്രായേൽ വിളിച്ചു പറയും. ഇതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ശരിക്കും പാകിസ്ഥാൻ ഇവിടെ പെട്ടുകിടക്കുകയാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇമ്രാൻഖാന്റെ PTI എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ഇമ്രാൻഖാൻ ജയിലിലാണ്. പക്ഷെ PTIക്ക് ഇപ്പോഴും അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ പാകിസ്ഥാനിലുണ്ട് കേട്ടോ. അപ്പൊ ഈ PTI പറയുന്നത് പാകിസ്ഥാന്റെ ഈ ബോർഡ് ഓഫ് പീസിലെ പാർട്ടിസിപ്പേഷൻ വളരെ നാണക്കേടായി പോയെന്നാണ്. അവർ ഇന്ത്യയെ കണ്ട് പഠിക്കുമെന്ന് പറയാണ്. ഇന്ത്യ പോലും പങ്കെടുത്തില്ല. പക്ഷെ പാകിസ്ഥാൻ അമേരിക്കയുടെ വാലാട്ടികളെ പോലെ പോയി കളഞ്ഞു, നാണം കെടുത്തി കളഞ്ഞു എന്നാണ് PTI പറയുന്നത്. മാത്രമല്ല PTI പറയുന്നത് പീസ് എഫേർട്സ് എന്ന് പറയുന്നത് UN-ലൂടെ രൂപീകരിക്കപ്പെടേണ്ട ഒന്നാണെന്നും പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്നും ഇതെപ്പോഴും പലസ്തീനിലെ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിക്കൂ എന്നുമാണ് ഇമ്രാൻഖാന്റെ പാർട്ടി പറയുന്നത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു ഗതികേട് കൂടി നമ്മളിവിടെ ആലോചിക്കണേ. അതായത് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയോ വേദികളിൽ, അന്താരാഷ്ട്ര വേദികളിൽ പോകുന്നുണ്ട്. ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോകുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മുടെ സൈനിക മേധാവി ഒരിക്കലും പോവില്ല. പോകുന്നിടത്തെല്ലാം നമ്മുടെ സൈനിക മേധാവിയെ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുപോകാറുമില്ല. അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട ചടങ്ങിൽ പ്രധാനമന്ത്രി പോകും,
സൈനിക മേധാവി പോകേണ്ട സ്ഥലത്ത് സൈനിക മേധാവി പോകും, അവിടെ പ്രധാനമന്ത്രി പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊരു ഓരോ രാജ്യത്തും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ചുമതലകളുണ്ട്. ആ ചുമതലയ്ക്കനുസരിച്ച് ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് ഒക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബോർഡ് ഓഫ് പീസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ വാല് പോലെയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറയാനും പറ്റില്ല. ശരിക്കും രണ്ട് പ്രധാനമന്ത്രിമാരാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളതെന്ന് തോന്നിപ്പോവും. അങ്ങനെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ നമ്മുടെ അസിം മുനീർ കൂടി ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പുള്ളി കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെ തോന്നുമെങ്കിലും കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ ഷഹബാസ് ഷെരീഫിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ കോമഡി പീസ്, സത്യം. ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം, കോമഡി പീസ്. മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പുള്ളിക്ക് ശീലമില്ലാത്ത എന്തൊക്കെയോ ശരീരത്തിൽ വലിച്ചു കയറ്റി ആകെ കോമഡി ആയിട്ടാണ് ഈ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്റെ കൂടെ ഇദ്ദേഹം നടക്കുന്നത്. ഇവിടെ ശരിക്കും പാകിസ്ഥാൻ ഞാൻ പെട്ടുപോയി എന്ന് പറയാൻ കാരണം, എന്ത് ചെയ്യും പാകിസ്ഥാൻ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം UN ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആ ഒരു റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനും ഇറാൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. ശരി, പക്ഷേ നാളെ അമേരിക്ക ഈ പറയുന്ന ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ആരെ കൂടെ നിൽക്കും? അമേരിക്കയുടെ കൂടെ നിൽക്കോ, ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാന്റെ കൂടെ നിൽക്കോ? ഇറാൻ ഇസ്ലാമിക രാജ്യം മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. മാത്രമല്ല ഈ ഇറാനെ സംരക്ഷിക്കാമെന്ന് പലപ്പോഴായിട്ട് പണ്ട് കാലങ്ങളിൽ ആണവായുധം വികസിപ്പിച്ച കാലങ്ങളിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ നിൽക്കോ, ഇറാന്റെ കൂടെ നിൽക്കോ? എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ആരുടെ കൂടെ നിൽക്കുമെന്ന്. കാരണം പാകിസ്ഥാൻ അമേരിക്ക ഒബേ ചെയ്തേ പറ്റൂ, അമേരിക്ക പറയുന്നത് അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ കച്ചവടം പൂട്ടും അമേരിക്ക. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും ഇറാന്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. ഇറാന്റെ കൂടെ എന്നല്ല, ഒരു രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അതായത് അമേരിക്കയാണ് മറുവശത്തെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ കൂടെയും രക്ഷകനായിട്ട് പാകിസ്ഥാൻ വരാൻ പോകുന്നില്ല. അതിനവർക്ക് കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ ആണവായുധം എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം പോവുകയാണ്. ഒരുപക്ഷെ ഇറാൻ അമേരിക്ക യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ, നമുക്കറിയില്ല, സംഭവിക്കാതിരിക്കട്ടെ. ഇറാൻ ഓൾറെഡി പറയുന്നുണ്ട് യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു എന്ന്. ഇപ്പോൾ ഇറാന് അത്യാവശ്യം നല്ല സപ്പോർട്ട് പലയിടങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കണം. കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇറാനും ഇവിടെ നിൽക്കുന്നത്. സോ യുദ്ധം നടക്കാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.